സാമൂഹിക മാധ്യമകർത്താക്കളുടെ സോക്കോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ അറിവില്ലായ്മ എന്ന് നമുക്ക് പറയാം. അറിവില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷേ അത് കുറ്റമുക്തിക്കുള്ള കാരണവുമല്ല. അടുത്തിടെ ഉണ്ടായ രണ്ട് സംഭവങ്ങൾ, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഒന്നാമത്തേത്, OBYOC എന്ന പ്രമുഖ ഇൻഫ്ലുവൻസറുടെ ജ്വല്ലറി ഷോപ്പ് സംരംഭം. അവിടെ ഒരു മോഷണം ഉണ്ടായതായി നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത സംഭവം എന്ന് പറയുന്നത് ലക്കി ഡ്രോ തട്ടിപ്പ്. കേരളത്തിലെ വടക്കൻ ജില്ലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂർഗ് ആസ്ഥാനമായി നടക്കുന്ന ഒരു നറുക്കെടുപ്പ് തട്ടിപ്പ്. തെക്കൻ ജില്ലയായ കൊല്ലത്ത് നിന്ന് വരെ ഇതിന്റെ സാധ്യതകൾ തേടി ആളുകൾ കൊടകിൽ പോയി അടികൊണ്ടു വന്നത്രേ. കേരളത്തിൽ ഇപ്പൊ ഒട്ടുമിക്ക സംഭവങ്ങളും വളരെ വൈകാരികമായും കേവലമായ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് വിലയിരുത്തപ്പെടുന്നത്. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ മാധ്യമങ്ങൾക്കും മേൽപ്പറഞ്ഞ സോക്കോൾഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗക്കാർക്കും ഇതിൽ വ്യക്തമായ പങ്കുണ്ട്. നമുക്ക് ഇത്തരക്കാരെ നരേറ്റീവ് കാർട്ടൽ എന്നൊന്ന് വിളിച്ചു നോക്കാം. എന്തുകൊണ്ടെന്ന്, ട്വിസ്റ്റിംഗ് ഫാക്ട്സ്, വസ്തുതകളുടെ വളച്ചൊടിക്കൽ, സെലക്റ്റീവ് ഫ്രെയിമിംഗ്, പക്ഷപാതപരമായ വിഷയാവതരണം, അജണ്ട പുഷിംഗ്, പ്രത്യേക അജണ്ടയോടെ സംസാരിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക, മാനിപ്പുലേറ്റീവ് നറേറ്റീവ്സ്, അജണ്ടയ്ക്ക് അനുസരിച്ചുള്ള വിഷയാവതരണം. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഒരു കടയിൽ നിന്ന് ആ കടയിലെ തന്നെ ജീവനക്കാർ കുറെ അധികം പണം അപഹരിക്കുന്നു. വളരെ കാലമായി നടന്നു വന്ന ഒരു തട്ടിപ്പിന്റെ ആകെ തുകയാണ് നമ്മൾ പുറത്തു കേൾക്കുന്ന ആ ഒരു വലിയ സംഖ്യ. ഈ ആരോപണങ്ങൾ പുറത്തു വരുന്നതിന് മുന്നേ തന്നെ ഉടമകൾ ഇത് മനസ്സിലാക്കി ഒരു സെറ്റിൽമെന്റിന് ശ്രമിക്കും. നിർഭാഗ്യവശാൽ ഈ സെറ്റിൽമെന്റിന് ശേഷം ആരോപണ വിധേയരിൽ നിന്ന് ഒരു തരത്തിലുണ്ടാകുന്ന ഭീഷണികൾ വരും. നഷ്ടപ്പെട്ട പണത്തിന്റെ വ്യാപ്തിയും അപ്പോഴേക്ക് ഉടമകൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ കേസ് കൊടുക്കും. ആര്? നമ്മുടെ ഉടമകൾ. എന്നാ പോയി കേസ് കൊടു, കാണിച്ചു തരാം പിന്നല്ല. ആര്? നമ്മുടെ പ്രതികൾ. അവരുടനെ മറുകേസ് കൊടുക്കും. ആഹാ, ചാനലുകാർക്ക് പുതിയ ന്യൂസായി. കക്ഷിയുടെ ഹീറോയിസം, സ്റ്റിംഗ് ഓപ്പറേഷൻ, മറുകക്ഷിയുടെ വിക്ടിം കാർഡ്, ജാതി പറയൽ, ചോദിക്കൽ, മുതലാളിയുടെ ആട്ടും തുപ്പും, അണ്ടർവേൾഡ് ഡോൺ സെറ്റപ്പ്, അങ്ങനെ പോകുന്നു നമ്മുടെ ചാനലിലെ ആഘോഷം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ആഘോഷം. ഇതൊക്കെ കൊണ്ട് നമുക്കറിയാമല്ലോ, സ്വാഭാവികമായും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ യൂസേഴ്സ് ഒക്കെ ചേരിതിരിയുന്നു. ഒരു കൂട്ടർ ഇരയെ തേടി പോവുകയാണ്. വേട്ടക്കാർക്കായി മുറവിളി കൂട്ടുന്നവർ മറ്റൊരു സൈഡ്. ഒരു സൈഡിൽ കുറച്ച് ആൾക്കാർ ജാതി ചോദിക്കുന്നു, ഒരു സൈഡിൽ ജാതി പറയുന്നു. ഇതൊക്കെ കേട്ട് മുൻവിധിയോടെ സംസാരിക്കുന്നവർ നിഷ്പക്ഷരുമുണ്ട്, രാഷ്ട്രീയമായി ഇതിന്റെ പുറകെ പോകുന്ന ആൾക്കാരും ഉണ്ട്. ആസ് യൂഷ്വൽ കലാപരിപാടികളാണ്. ഇനി നമുക്ക് ഒരു ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ട് ഇത്ര വലിയ തുക നഷ്ടപ്പെട്ടിട്ടും ഉടമകൾക്ക് അത് മനസ്സിലാക്കാൻ ഇത്രയും സമയമെടുത്തു? കച്ചവടം നടത്തുന്നവർക്കൊക്കെ അറിയാം നെറ്റ് പർച്ചേസ്, നെറ്റ് സെയിൽസ്, അല്ലെങ്കിൽ അതൊക്കെ തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിലൊരു അസ്വാഭാവികത തോന്നേണ്ടതല്ലേ? ടാക്സ് ഫയലിംഗ്, എന്ത് തരം കച്ചവടമാണെങ്കിലും നമുക്ക് ടാക്സ് ഫയൽ ചെയ്യണമെങ്കിൽ നെറ്റ് പർച്ചേസ് ആവശ്യമാണ്, നെറ്റ് സെയിൽസ് ആവശ്യമാണ്. നെറ്റ് പർച്ചേസ്, നെറ്റ് സെയിൽസ് കച്ചവടം നടത്തുന്നവർക്കൊക്കെ അറിയാം ഈ നെറ്റ് പർച്ചേസ് എന്താണ്, നെറ്റ് സെയിൽസ് എന്താണ്. അത് നോക്കുമ്പോൾ തന്നെ അസ്വാഭാവികത തോന്നേണ്ടതല്ലേ? നമുക്ക് ടാക്സ് ഫയൽ ചെയ്യാൻ ഈ നെറ്റ് പർച്ചേസും നെറ്റ് സെയിൽസും അത്യന്താപേക്ഷിതമാണ്. ഇനി കുറ്റാരോപിതരിലേക്ക്. ഈ കുറ്റാരോപിതർ ആ കടയിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നവരല്ല. അപ്പോ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും തരം കൃത്രിമം നടത്തിയെന്നോ
അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരു ദിവസത്തെ മൊത്തം സെയിൽസ് ഇൻഫ്ലുവൻസുകൾ എല്ലാം എടുത്ത് അതാത് ദിവസത്തെ ക്യാഷ് ഇൻഫ്ലോയുമായി പരിശോധിച്ചാലും അസ്വാഭാവികതകൾ കാണാമായിരിക്കും. പൊരുത്തക്കേടുകൾ നമുക്ക് മനസ്സിലാക്കാം. ആധുനിക പോസ്റ്റ് മെഷീനുകളിൽ ഒറ്റ കുത്തിന് ഇതിനെല്ലാം ഉത്തരം കിട്ടും. ഇൻവോയ്സുകൾ കൃത്യമാണോ? സെയിൽസ് ഇൻവോയ്സ് ആണ് കേട്ടോ. ഇത്രയും ടേൺ ഓവർ ഉള്ള ഒരു പ്രസ്ഥാനത്തിന് സ്വാഭാവികമായി ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് അല്ലെങ്കിൽ നമുക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നൊക്കെ പറയാം, അതുണ്ടാവേണ്ടതല്ലേ? ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടുപിടിക്കാൻ തീർച്ചയായും കൃത്യമായ ഓഡിറ്റുകൾ കൊണ്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മൾ നോക്കാനുള്ള മറ്റൊരു കാര്യം, കൃഷ്ണകുമാറിനെ പോലെ ഒരു പ്രോമിനന്റ് ഫിഗർ, അദ്ദേഹം വെണ്ടറായിട്ടുള്ള സാഹചര്യത്തിലും ഇതൊക്കെ ഇത്രയും ക്രിട്ടിക്കലായി അത് കേസിലേക്ക് പോകുന്നു, അവിടെ പ്രശ്നങ്ങളാകുന്നു, പലതരത്തിലുള്ള വീഡിയോകൾ വരുന്നു. ഇത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. മോഷണവും സാമ്പത്തിക ക്രമക്കേട് എല്ലാം കുറ്റമാണ്. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ രണ്ടിനും സാധ്യതകൾ ഏറെയാണ്. മോഷണത്തിനും സാധ്യതയുണ്ട്, സാമ്പത്തിക ക്രമക്കേടുകൾക്കും സാധ്യത. ഇതല്ലേ ശരിക്കും ആ വിഷയത്തിന്റെ മെറിറ്റ്? ഒരു ഉടമ തന്റെ കടയിലെ പേയ്മെന്റ് നടന്ന രീതിയെ പറ്റി അറിയാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇടും. ആ സ്റ്റാറ്റസിന് റിപ്ലൈകൾ കുമിഞ്ഞുകൂടുന്നു. എത്ര ഇമ്മച്ചുവർ ആണിത്? അപ്പൊ ഇതിനൊന്നും ഇൻവോയ്സ് ഇല്ല അല്ലേ? ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട് ഫ്ലോ, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, അക്കൗണ്ട് റീകൺസിലിയേഷൻ, അങ്ങനെ കുറെ ഉണ്ട് പറയാൻ. ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് അക്കൗണ്ടൻസിയിൽ ഈ പറയുന്ന ടൂളുകളുടെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ടൂളായി അംഗീകരിക്കേണ്ടി വരും ഇങ്ങനെ പോയ. ഇനി അല്പം കൂടി നമുക്കൊന്ന് സീരിയസ് ആവാം. ഒരു ഇൻഫ്ലുവൻസർ ഓണ്ടർപ്രണർ, അങ്ങനെ ഒരു സംഭവം നമുക്കൊന്ന് എടുത്തു നോക്കാം. ഒരു ഇൻഫ്ലുവൻസ് ഒരു ഓണ്ടർപ്രണർ ആയാൽ സംഭവിക്കാവുന്ന ഒരു വൾണറബിലിറ്റി ആയി നമുക്കിതിനെ കാണാം. ഏതിനെ? ഈ ഒരു സംഭവത്തിൽ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ടേൺഡ് ഓണ്ടർപ്രണേഴ്സ് കൂണ് പോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇതിനിടയിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾക്ക് വളരെയധികം സാധ്യതയാണ്. ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾക്ക് സ്റ്റേറ്റിന്റെ കയ്യിൽ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ? കാണാൻ വഴി. GST അടച്ചാൽ കള്ളപ്പണം വെള്ളപ്പണം ആകുമെന്നല്ലേ ഭരണകക്ഷിക്കാർ ഒന്നാകെ പറയുന്നു. അമ്മയുടെ പെൻഷൻ പണം കൂടി ഉണ്ടെങ്കിൽ എല്ലാം സേഫ്. ഇവരെ കണ്ടെത്താനോ ഇത്തരക്കാരെ ബോധവൽക്കരിക്കാനോ പ്രാപ്തരാക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളോ എന്തെങ്കിലും ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. നോക്കൂ, ഇത്തരക്കാർ ഒരു വൾണറബിലിറ്റി ഗ്രൂപ്പാണ്. സോഫ്റ്റ് ടാർഗറ്റ്. അടിച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ്. അത് തന്നെ. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടി ഗൗരവകരമാണ് ഈ വിഷയം. ഒരു 916 തട്ടിപ്പെന്ന് തന്നെ നമുക്ക് പറയാം. ശരിക്കും നമ്മൾ ഈ വീഡിയോയുടെ ആദ്യത്ത് പറഞ്ഞ പോലെ ഒരു നറേറ്റീവ് കാർട്ടൽ എന്ന് പറയത്തക്കതായ ഗൗരവമുള്ള തട്ടിപ്പ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളിൽ ഒന്നായ KL ബ്രോ ബിജു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് ചാനലാണ്. അതുപോലെ തന്നെ ദുബായിലടക്കം വലിയ കമ്പനികൾ സീനിയർ മാനേജ്മെന്റ് കപ്പാസിറ്റിയിൽ പ്രവൃത്തി പരിചയമുള്ള, തപാലിലൂടെ താൻ നിയമം പഠിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന മുകേഷ് നായർ. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു സാമൂഹിക മധ്യകർത്താവ് കൂടിയാണ്. അദ്ദേഹം കൂടി പരസ്യം നൽകി ഒരു തരത്തിലുള്ള സോകോൾഡ് ചാരിറ്റി ലക്കി ഡ്രോ. ഇവിടെ കടന്നു വരുന്നത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള പാണ്ടിക്കാട് കുഞ്ഞാനാണ്, അഥവാ കുഞ്ഞാൻ പാണ്ടിക്കാട്. 1000 വെച്ചാൽ വീട് കിട്ടിയാൽ കാർ കിട്ടിയാൽ സ്കൂട്ടർ. നാസർ കാരുണ്യ ബോംബർ. വിജയ് മല്യയ്ക്ക് ശേഷം ബിസിനസ് നടത്തി പൊളിഞ്ഞ നാസർക്കാക്കെ സഹായിക്കാനായി കുഞ്ഞാൻ ഇതാ കൈകുത്തി നാർക്കെടുക്കുന്നു. സാഫി വയനാട്. അടിച്ചു മോനെ, ആർക്കും സംശയമൊന്നുമില്ല. വീണ്ടും നമുക്കൊന്ന് സീരിയസ് ആകാം. നോക്കൂ, 1000 രൂപ വിലയുള്ള ടിക്കറ്റുകൾ 8000-ന് മുകളിൽ വിറ്റുപോയെന്നാണ് സംഘാടകർ തന്നെ പറയുന്നത്.
ടിക്കറ്റുകളുടെ പണം നേരിട്ടായും ഓൺലൈനായി വാപ്പയും മകനും കൂടി വാങ്ങുന്നു. ഇതുപോലുള്ള നറുക്കെടുപ്പുകൾ പലതും കഴിഞ്ഞിട്ടുമുണ്ട്, ഇനി കഴിയാനും ഉണ്ട് കേട്ടോ. നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ട് കൂർഗിൽ നികുതി അടച്ചു, നാട്ടുകാർ ഒത്തൊരുമിച്ച് ചേർന്ന് ചാരിറ്റി, അഭിമാനക്ഷതം, അങ്ങനെ പലതരത്തിൽ ന്യായീകരിക്കപ്പെടുന്നു. എ ബഞ്ച് ഓഫ് ഫാലസീസ്. എന്താന്നല്ലേ, ന്യായവൈകല്യങ്ങളുടെ ഒരു കൂട്ടം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഇതൊക്കെ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യപ്പെടുന്നത്? സമൂഹത്തിൽ എന്ത് ക്രെഡിബിലിറ്റിയാണ് ഈ ഗ്യാരണ്ടർ ആകുന്ന സാമൂഹിക മാധ്യമ കർത്താക്കൾക്കുള്ളത്? എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് അവർക്ക് ഈ സമൂഹത്തോടുണ്ടോ? നറുക്കെടുപ്പ് ലഭിക്കുന്നത് ഇവിടെ നോക്കൂ. 25 വർഷമായി കണ്ടിട്ടില്ലാത്ത ആദ്യ ഭാര്യയിലെ മകന്റെ ആത്മാർത്ഥ സുഹൃത്തിന്. രണ്ടാം സമ്മാനം അളിയന്റെ പണ്ടത്തെ അളിയന്. ഇടയ്ക്ക് ഏതോ ഒരു സമ്മാനം നറുക്കെടുക്കുന്നതിന്റെ കൂട്ടത്തിലുള്ള ഞമ്മളാണെന്ന് പേര് വിളിച്ചുകൊണ്ട് ഓടി വരുന്ന വകയിലുള്ള ഒരു അയൽക്കാർ. ഇനി ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ തന്നെ സംഘടനയുടെ നേതാവും കാറിലിരുന്ന് കേസ് കൊടുക്കൂ സുഹൃത്തുക്കളെ, വക്കീലിനെ ഞാൻ മുട്ടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പാതിരാത്രിയിൽ വരികയാണ്. എന്ത് ഉത്തരവാദിത്തമാണ് ഈ സംഘടനയ്ക്കുള്ളത്? എന്താണ് ഈ സംഘടനയുടെ ഉദ്ദേശം? ഇതിലെ അംഗങ്ങൾക്ക് എന്ത് ഓറിയന്റേഷനാണ് ഈ സംഘടന നൽകുന്നത്? അംഗങ്ങളെ സ്വയം മെച്ചപ്പെടാനും പ്രാപ്തരാക്കാനും പ്രബുദ്ധരാക്കാനും എന്തെങ്കിലും സംഘടന എന്ന നിലയിൽ ചെയ്യുന്നുണ്ട്? ഇവിടെ നിങ്ങൾ ഇൻഫ്ലുവൻസിൽ ഒരു വിഭാഗം പ്രശ്നേഷമാരായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും അനിയനും ചേർന്ന് ചേട്ടനെ തല്ലും, ഗർഭിണിയായ ഭാര്യയെ ചീത്ത വിളിക്കും, അമ്മയെ ഒരുത്തൻ ജീവിതം യൂട്യൂബ് വഴി പഠിക്കും, അനിയത്തിയുടെ ചാരന്മാരെ പറ്റി പറഞ്ഞ് ഊറ്റം കൊള്ളും, കല്യാണ വീട്ടിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകും, ആദിവാസി യുവതി പീഡിപ്പിക്കപ്പെടുന്നത് നേരിട്ട് കാണും, സ്വയം ഭർത്താവിനാൽ പീഡിക്കപ്പെട്ട് യൂട്യൂബിൽ ഗദ്ഗതപ്പെടും. യൂട്യൂബർമാരുടെ ഹൃദയഭേദകമായ കോണ്ടന്റ്സ് ചിലതാണ് മേൽപ്പറഞ്ഞവ. കേരളത്തിൽ കുടുംബ കോടതി പോലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് കോടതി ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചിരിക്കും. സോഷ്യൽ മീഡിയ മുഖേന അസംഖ്യ സാമ്പത്തിക ഇടപാടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ എക്കണോമി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ മോണിറ്റർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളെ വേർതിരിച്ച് പഠിക്കുകയും ഉചിതമായ നിയമങ്ങൾ നിർമ്മിക്കുകയും വേണം. ഇവരൊക്കെ ഒരു ലീഗൽ ഫ്രെയിംവർക്കിന്റെ കീഴിൽ കൊണ്ടുവരികയും ഗ്രൂം ചെയ്യുകയും വേണം. സിവിലിറ്റി ട്രെയിനിങ്ങും അത്യാവശ്യം. ഇനി CPT എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ട്രെയിനിങ്. ഇതൊക്കെ നമ്മൾ ഏർപ്പെടുത്തണമെന്ന്. സെൽഫ് എംപവർമെന്റ് ട്രെയിനിങ്ങുകൾ നൽകണം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ആശയപരമായി എടുത്താൽ മതി, ക്രിട്ടിക്കലായി എടുക്കണം. ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി കാണുള്ളൂ. സോഷ്യൽ മീഡിയ ഒരു വലിയ സാധ്യതയാണ്. അതിനെ കൃത്യമായി പഠിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച് ഉതകുന്ന നിയമങ്ങൾ നിർമ്മിച്ച് ആ സാധ്യതയെ മികച്ചതാക്കേണ്ടത് തീർച്ചയായും സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്.